നമ്മളുടെ എല്ലാവരുടെയും തന്നെ വീടുകളിൽ വയറിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, DB എന്നറിയപ്പെടും. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസുകളാണ് ഒന്ന് MCBയും പിന്നെ മറ്റൊന്ന് ELCBയും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഉപകരണത്തിന്റെ പേരാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇത് പല കമ്പനികളിൽ ഇന്ന് നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആണ്. ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പനികളെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഏതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയി ഓവർലോഡ് വരുമ്പോൾ ട്രിപ്പ് ആവുന്നത് എന്ന് കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഈ സീരീസിലുള്ള ഹാവൽസ്, സ്നൈഡർ, വീഗാർഡ്, ഓറിയന്റൽ, HPL, ലെഗ്രാൻഡ് എന്നീ കമ്പനികളാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഹാവൽസ്, സ്നൈഡർ, വീഗാർഡ്, ലെഗ്രാൻഡ്, ഓറിയന്റൽ, HPL എന്നീ കമ്പനികളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏത് MCB ആണ് അത് ആദ്യം ട്രിപ്പ് ആവുന്നത് അക്കോർഡിംഗ് ടു ദർ ക്വാളിറ്റീസ്? ഈ MCBകളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഏറ്റവും ആദ്യം ട്രിപ്പ് ആവുന്ന MCB ഏതാണെന്നാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ MCBകളെല്ലാം നമ്മൾ സീരീസ് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് വയർ ആയിട്ടുള്ള ഈ വയറിലൂടെ നമ്മൾ ഒരു കറണ്ട് കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ആവൽസിലൂടെ ഈ MCBയിലൂടെ കയറി ഇതിലെല്ലാ MCBയിലൂടെയും കയറിയിട്ടായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ഇവിടെ നമ്മളൊരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഡ് എടുക്കുന്ന കറണ്ട് എല്ലാ MCBയിലൂടെയും ഒരുപോലെ ഒഴുകും. ആ കൊടുക്കുന്ന ലോഡ് നമ്മൾ ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർലോഡ് വരുമ്പോൾ MCB ട്രിപ്പ് ആവണം എന്നുള്ളതാണല്ലോ ഈ MCBന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു 11 ആമ്പിയർ 12 ആമ്പിയർ റേഞ്ചിലേക്ക് നമ്മൾ ഓവർലോഡ് ചെയ്യുമ്പോൾ ഈ കാണുന്ന കമ്പനികളിൽ ആരാണ് ആദ്യം ട്രിപ്പ് ആവുന്നത് എന്നാണ് നമ്മളിതിൽ ചെയ്തു നോക്കാൻ പോകുന്നത്. കാണുന്നതാണ് നമ്മുടെ ലാമ്പ് ലോഡ് എന്ന് പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഒന്നിലധികം ബൾബുകൾ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ലോഡിലേക്ക് നമ്മൾ പവർ സപ്ലൈ നൽകുവാണെങ്കിൽ കണ്ടോ, ഇതിൽ ഒന്നിച്ച് ഓരോ സമയം ഒന്നിലധികം ബൾബുകൾ അവിടെ കത്തുന്നതാണ്. അപ്പോൾ നമുക്കൊരു MCBയിലേക്ക് ഈ എല്ലാ ബൾബും കൂടെ ഓണാക്കി കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 12 ആമ്പിയറോളം കറണ്ട് നമുക്ക് അതിലൂടെ കടത്തിവിടാൻ പറ്റും. അതായത് ഒരു MCB B6ന്റെ MCB എന്ന് പറഞ്ഞാൽ 6 ആമ്പിയറാണ് അതിന്റെ റേറ്റഡ് കപ്പാസിറ്റി. അതിലേക്ക് നമ്മൾ ഇത്രയും ബൾബുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഏകദേശം 12 ആമ്പിയറോളം വരും. അതായത് അതിന് ഓവർലോഡ് ചെയ്യും. അങ്ങനെ ഓവർലോഡ് ചെയ്യുമ്പോൾ ഈ കാണുന്ന MCBകളിൽ ആരാണ് ഏറ്റവും കണ്ടീഷനായി ട്രിപ്പ് ആവുന്നത് എന്നാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് വഴി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര നേരം കൊണ്ടാണ് ട്രിപ്പ് ആവുന്നത് അറിയാൻ വേണ്ടി നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എത്ര ആമ്പിയർ കറണ്ട് ഓവർലോഡ് കറണ്ട് പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു അമ്മീറ്റർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5.4 ആമ്പിയർ കറണ്ട് ആണ് ഈ MCBകളിലൂടെ എല്ലാത്തിലൂടെയും കറണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 5.4 ആമ്പിയർ കറണ്ട് ഞാൻ ഇവിടെ ഒരു ലാമ്പിലോട് സെറ്റ്, നേരത്തെ പറഞ്ഞു ലാമ്പിലോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലോഡ് ഓൺ ആക്കുന്നു. നമ്മൾ മാക്സിമം ഓവർലോഡിലേക്കാണ് കയറ്റാൻ പോകുന്നത്. എത്ര നേരം കൊണ്ട് ട്രിപ്പ് ആവുമെന്ന് നോക്കാം. അതുകൂടാതെ ആരാണ് ആദ്യം ട്രിപ്പ് ആവണമെന്ന് നോക്കാം. ഫുൾ ലോഡ്, അതായത് മാക്സിമം 11.5 ആമ്പിയർ ഇപ്പോൾ ലോഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 ആമ്പിയറിന്റെ MCBകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് 11 ആമ്പിയർ കറണ്ടാണ്. ഏകദേശം 21 സെക്കൻഡ് കഴിഞ്ഞു. ആര് ആദ്യം ട്രിപ്പ് ആവും? യെസ്, ട്രിപ്പ് ആയിരിക്കുകയാണ്. ഹാവൽസ് കൃത്യമായി ട്രിപ്പ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഹാവൽസ് കൃത്യമായിട്ട് ട്രിപ്പ് ആയിരിക്കുകയാണ്. ഏകദേശം 10-25 സെക്കൻഡോട് അടുപ്പിച്ചാന്ന് തോന്നുന്നു. ഏകദേശം 25 സെക്കൻഡിനോടനുബന്ധിച്ച് 11 ആമ്പിയറിന്റെ അടുത്ത് കറണ്ട് നമ്മൾ ഇത്രയും MCBയിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഹാവൽസ് എന്ന കമ്പനി കൃത്യമായി ട്രിപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒന്നും കൂടെ ലോഡ് ചെയ്യാൻ പോവാണ്. നേരത്തെ പോലെ തന്നെ 11.2 ആമ്പിയറാണ് ഇപ്പോൾ സെറ്റിംഗ് വന്നിരിക്കുന്നത്. അത്രയും ആമ്പിയർ നമ്മൾ കടത്തിവിട്ടപ്പോൾ ഇതിൽ ആരാണ് ട്രിപ്പ് ആവുന്നതാണ് നേരത്തെ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. 19 സെക്കൻഡ്, ഏകദേശം 20 സെക്കൻഡായി. ആരാദ്യം ട്രിപ്പ് ആവും? യെസ്, ഹാവൽസ് തന്നെ 23 സെക്കൻഡോട് ടൈം എടുത്തു കഴിഞ്ഞപ്പോൾ ഹാവൽസ് ട്രിപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ അറ്റംപ്റ്റിലും രണ്ടാമത്തെ അറ്റംപ്റ്റിലും ഹാവൽസ് കൃത്യമായി ട്രിപ്പ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ മൂന്നാമതായി 11.1 ആമ്പിയർ എന്നുള്ള സെറ്റിംഗ് മാറ്റി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏത് കമ്പനിയാണ് ആദ്യം ട്രിപ്പ് ആവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട്. 5 ആമ്പിയർ, 8 ആമ്പിയർ, 9.3 ആമ്പിയർ. ഓക്കെ, 9.3 ആമ്പിയറാണ് ഇപ്പോൾ സെറ്റ് വെച്ച്. 10 ആമ്പിയറിലേക്ക് എത്തിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് 10 ആമ്പിയറിൽ നോക്കി നോക്കാം. 10 ആമ്പിയർ റേഞ്ചിൽ ആദ്യം ആര് ട്രിപ്പ് ആവുമെന്ന് നോക്കാം. 18 സെക്കൻഡോളം കഴിഞ്ഞു. നേരത്തേക്കാളും കുറച്ചുകൂടെ സമയം കൂടുതൽ എടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ ഏകദേശം 25 സെക്കൻഡാണ് ടൈം എടുത്തത്. അപ്പോൾ 25 കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, അതായത് ഓവർലോഡ് കറണ്ട് കുറയും തോറും ട്രിപ്പിംഗ് ടൈം കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ആരാണ് ആദ്യം ട്രിപ്പ് ആവുക നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഇത്തവണയും ഹാവൽസ് തന്നെ കൃത്യമായി ട്രിപ്പ് ആയിരിക്കുകയാണ്.
ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു, ലോഡ് അപ്ലൈ ചെയ്യുന്നു. ഏകദേശം 8 ആംപിയർ ആണ് ഉദ്ദേശിക്കുന്നത്. 8.8 ആംപിയർ സെറ്റിംഗ്. 8.8 ആംപിയർ സെറ്റിംഗിൽ ഏത് MCB ആദ്യം ട്രിപ്പ് ആവും എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ലോഡ് കടത്തിവിടുമ്പോൾ ഏകദേശം നേരത്തെ നമ്മൾ ആദ്യം 11 ആംപിയർ കടത്തിവിട്ടപ്പോൾ 24 സെക്കൻഡ് കൊണ്ട് ട്രിപ്പായ MCB ആദ്യം ഹാവൽസ് ആയിരുന്നു ട്രിപ്പായത്. ഇപ്പോൾ ലോഡ് കുറച്ചപ്പോൾ ഏകദേശം ട്രിപ്പിംഗ് ടൈം കൂടിയിരിക്കുകയാണ്. 45-46 ആ ഒരു സമയത്തേക്ക് കൂടിയിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ആരായിരിക്കും ആദ്യം ട്രിപ്പ് ആവുക എന്നുള്ളത്. ഈ MCBകളുടെ ഒക്കെ മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ 6 ആംപിയർ ആണ്. 6 ആംപിയറിന് മേലെ പോയി കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവണം എന്നാണ് കണക്ക്. അപ്പോൾ ഏകദേശം നമ്മൾ 6 തൊട്ട് മേലുള്ളൊരു കറണ്ടാണ് സെറ്റ് ഇരിക്കുന്നത്. 8.8 ആംപിയർ ലോഡ്. അതായത് നമ്മുടെ വീടുകളിൽ ഒരു റൂമിലേക്ക് ഇത്രയും അധികം ലോഡുകൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഈ ഒരു എത്ര മിനിറ്റ് നേരം എടുക്കുമ്പോഴായിരിക്കും ആ MCB ആ ഓവർലോഡ് മനസ്സിലാക്കി MCB ആ റൂമിലേക്കുള്ള സപ്ലൈനെ ട്രിപ്പാക്കി സപ്ലൈ കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയും കമ്പനികൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏത് കമ്പനി ആയിരിക്കാം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കമ്പനികൾ അതിൻ്റെ മാനുഫാക്ചറിങ് സെറ്റപ്പ് വെച്ചിട്ട് ചിലപ്പോൾ ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹാവൽസ് ആണ് റിസൾട്ട് കാണിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഹാവൽസിൻ്റെ തന്നെ മറ്റൊരു MCB എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ എൻ്റെ കയ്യിൽ 2 MCB ഉണ്ട് ഹാവൽസിൻ്റെ. ഞാൻ ഇനി ഇത് കഴിഞ്ഞാൽ ഈ MCB ഹാവൽസ് ഇപ്പോൾ ട്രിപ്പിംഗ് ചെയ്ത ഇപ്പോൾ ട്രിപ്പായ ഹാവൽസ് മാറ്റിയിട്ട് മറ്റൊരു MCBയോട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഏതായിരിക്കും ട്രിപ്പ് ആവണമെന്നോട് ഒരു എക്സ്പെരിമെൻ്റ് കൂടെ ഇതിൽ ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 2.23 മിനിറ്റ് ആയിരിക്കുകയാണ്. യെസ്, ട്രിപ്പായിരിക്കുന്നു. നമുക്ക് ആരാണ് ട്രിപ്പായത് നമുക്ക് പോയി നോക്കാം. ഇത്തവണയും ട്രിപ്പായിരിക്കുന്നത് ഹാവൽസ് തന്നെയാണ് ട്രിപ്പായിരിക്കുന്നത്. കൃത്യമായ ട്രിപ്പായിരിക്കണം. അപ്പോൾ ഈ ടെസ്റ്റിലെല്ലാം ലോഡ് കുറച്ചിട്ടുള്ള ടെസ്റ്റിലും ലോഡ് കൂട്ടിയിട്ടുള്ള ടെസ്റ്റിലും ഹാവൽസ് കൃത്യമായി ട്രിപ്പായിരിക്കുകയാണ്. ഏത് ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ 11 ആംപിയറിൽ ലോഡ് ചെയ്തു, 8 ആംപിയറിൽ ലോഡ് ചെയ്തു, 10 ആംപിയറിൽ ലോഡ് ചെയ്തു. ഈ 3 ടെസ്റ്റിലും ഹാവൽസ് കൃത്യമായി ട്രിപ്പായിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒരു ഹാവൽസിൻ്റെ MCB B6ൻ്റെ ഒരു MCB കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിലവിലുള്ള ഈ MCBക്ക് മാറ്റി അതിന് പകരം നിലവിലുള്ള കറക്റ്റായിട്ട് ഇപ്പോൾ ഇതുവരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച MCB ആയ ഹാവൽസ് മാറ്റിയിട്ട് അതിന് പകരം ഹാവൽസിൻ്റെ തന്നെ മറ്റൊരു B6 റേറ്റിങ്ങിലുള്ള MCB വെച്ച് കഴിഞ്ഞാൽ ഇതേ പെർഫോമൻസ് തന്നെ ഈ കമ്പനിക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ഇനി നോക്കാൻ പോകുന്നത്. ഇത്തവണ നമ്മൾ ഫുൾ ലോഡ് അപ്ലൈ ചെയ്തിട്ടാണ് ടെസ്റ്റ് അടിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ സക്സസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് പാസ്സായിട്ടുള്ള MCB നമ്മൾ മാറ്റിവെച്ച് അതേ കമ്പനിയുള്ള അതേ റേറ്റിംഗ് ഉള്ള മറ്റൊരു MCB നമ്മളവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ടൈമർ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഓണാക്കി നോക്കാം. ലോഡ് അപ്ലൈ ചെയ്യുന്നു. ഏകദേശം 11 ആംപിയർ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 11 ആംപിയർ സെറ്റിംഗിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. നേരത്തെ 24 സെക്കൻഡ് എത്തിയപ്പോൾ ഹാവൽസ് ട്രിപ്പായിരുന്നു. ആ ട്രിപ്പായ MCB ആണ് നമ്മളെടുത്ത് ഇവിടത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അതിന് പകരം മറ്റൊരു MCB നമ്മളവിടെ വെച്ചിട്ടുണ്ട്. 24 സെക്കൻഡ് ആയി. യെസ്, ഇതുവരെ ട്രിപ്പായിട്ടില്ല. അപ്പോൾ അതിന് മേലെയാണ് ട്രിപ്പിംഗ് ടൈം. നമുക്ക് നോക്കാം ഇതിലിപ്പോൾ ഏത് കമ്പനി ആയിരിക്കും. ഹാവൽസ് തന്നെയാണോ ട്രിപ്പ് ആവുക അതോ വേറെ ഏതെങ്കിലും കമ്പനിയാണോ ട്രിപ്പ് ആവുക. നേരത്തെ 24 സെക്കൻഡിൽ ടെസ്റ്റ് പാസ്സായ ആള് 31 സെക്കൻഡ് 31 സെക്കൻഡ് ആയപ്പോൾ ഏതൊരു MCB ട്രിപ്പായിരിക്കുകയാണെന്ന് നമുക്ക് ചെന്ന് നോക്കാം. ഇത്തവണ ട്രിപ്പായിരിക്കുന്നത് ഹാവൽസ് അല്ല, സ്നൈഡർ. യെസ്, സ്നൈഡർ മാത്രമാണ്, ബാക്കി ഒന്നും ട്രിപ്പായിട്ടില്ല. അപ്പോൾ MCB എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരുടെ ശരിയാവും, ചിലത് ശരിയാവില്ല. ഇവൻ്റെത് ശരിയാവില്ല ഇത്തവണ. നേരത്തെ കൃത്യമായ ഹാവൽസ് ഈ ഏകദേശം 24 സെക്കൻഡ് ടൈം എടുത്ത് ട്രിപ്പായ ഈ ഹാവൽസ് ഇപ്പോൾ ഹാവൽസിൻ്റെ തന്നെ മറ്റൊരു MCB, ഇതും B6 റേറ്റിംഗ് വരുന്ന MCB ആണ്, ഇതും B6 വരുന്ന MCB ആണ്. ഞാൻ ഒരേ സമയം വാങ്ങിയതാണ്, വ്യത്യസ്ത സമയങ്ങളിൽ വാങ്ങിയതല്ല, ഒരേ സമയം ഒരു കടന്ന് വാങ്ങിയതാണ്. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് അടിച്ചപ്പോൾ സ്നൈഡറാണ് ട്രിപ്പായി. സ്നൈഡറിൻ്റെ ട്രിപ്പിംഗ് ടൈം ഏകദേശം 37 സെക്കൻഡാണ്. അപ്പോൾ ഈ ഒരു ഹാവൽസ് ട്രിപ്പായത് ഏകദേശം 24 സെക്കൻഡിലാണെങ്കിൽ സ്നൈഡർ ട്രിപ്പായിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം 37 സെക്കൻഡ്. നമ്മൾ കടത്തിവിട്ട കറണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 11.1 ആംപിയർ കറണ്ടാണ് ഇത്തവണ നമ്മൾ കടത്തിവിട്ടത്. അപ്പോൾ ഇതൊന്നും നമുക്ക് അനുമാനിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് ഇന്ന കമ്പനിയാണ് നല്ലത്
മറ്റു കമ്പനികൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റിൽ കൃത്യമായി ടെസ്റ്റ് പാസ്സായ ഹാവൽസ്, ഞാൻ ഹാവൽസിൻ്റെ മറ്റൊരു MCB എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിൽ ആദ്യം പാസ്സായിട്ടില്ല. ആദ്യം പാസ്സായത് ഇപ്പം സ്നൈഡറാണ്. അപ്പം നമുക്ക് അത് വെച്ചിട്ട് MCBകളുടെ ഈ ഒരു ടെസ്റ്റ്, ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഈ പരീക്ഷണം വെച്ചിട്ട് ഇതിലേത് കമ്പനിയാണ് 100% പെർഫെക്റ്റ് എന്ന് എനിക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റില്ല. രണ്ടാമത്തതിലും ഈ ഹാവൽസ് പാസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഓക്കെ പറയായിരുന്നു ഇതിലേറ്റവും ബെറ്റർ കമ്പനി ഹാവൽസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ കമ്പനി ഒരേ റേറ്റിംഗ് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ വിധം മാറി. ഇപ്പോൾ പാസ്സായിരിക്കുന്നത് സ്നൈഡറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സ്നൈഡറിൻ്റെ ട്രിപ്പിംഗ് ടൈമിങ്ങിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന ബാക്കി കമ്പനികളുടെ എല്ലാം എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു പണി ചെയ്യാം. ഈ സ്നൈഡറിനെ ഇതിൽ നിന്നും ഇപ്പോൾ ഒഴിവാക്കി, ഈ സ്നൈഡറാണ് ഇപ്പോൾ ട്രിപ്പായത്, അവനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പിന്നെയും ഇതേ ലോഡ് തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതിൽ ആരായിരിക്കും ഇനി ട്രിപ്പാകാൻ പോകുന്നത് ടെസ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഈ സ്നൈഡറിനെ ഞാൻ അഴിച്ചു മാറ്റാൻ പോവുകയാണ്. ഇത് അഴിച്ചു മാറ്റിയിട്ട് 5 കമ്പനികളിൽ ആരായിരിക്കും ആദ്യം ട്രിപ്പാവുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ 34 സെക്കൻഡ് എടുത്ത ട്രിപ്പായ നമ്മൾ സ്നൈഡർ അഴിച്ചു മാറ്റി വെച്ചു. ബാക്കിയുള്ള കമ്പനികളെല്ലാം വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ആരംഭിക്കാൻ പോവാണ്. ഇനി ഇതിലേതായിരിക്കും ആദ്യം ട്രിപ്പാവണം നോക്കാൻ പോകുന്നത്. ടൈം ഓണാക്കി എല്ലാ ലോഡുകളും ഓൺ ചെയ്യാണ്. ഏകദേശം 11.5 ആംപിയർ, നേരത്തെ 11.5 ആംപിയർ തന്നെ ഉണ്ടായിരുന്നത്. 11.5 ആംപിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേതാണ് ട്രിപ്പാവണം നമുക്ക് നോക്കാം. യെസ്, ഏതൊരു കമ്പനി ട്രിപ്പായിരിക്കും നമുക്ക് പോയി നോക്കാം. ഏതാ ട്രിപ്പായെന്ന് പോയി നോക്കാം. ഇത്തവണ ട്രിപ്പായിരിക്കുന്നത് ലെഗ്രാൻഡ് ആണ്. ട്രിപ്പായിരിക്കുന്നത് ലെഗ്രാൻഡ്. ഏകദേശം 36 സെക്കൻഡ് ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ ട്രിപ്പായിരിക്കുന്നത്. അപ്പോൾ 25 സെക്കൻഡ് സമയം കൊണ്ട് ആദ്യം നമ്മൾ വെച്ച ഹാവൽസ്, പിന്നെ നമ്മൾ ഈ ഹാവൽസ് മാറ്റിയിട്ട് പകരം ഹാവൽസിന് തന്നെ മറ്റൊരു കമ്പനി വെച്ച് നോക്കി. അപ്പോൾ പിന്നീടുള്ളതിലൊന്നും ഇത് ട്രിപ്പായില്ല. പിന്നീട് 25 സെക്കൻഡിൽ ആദ്യം ഈ ഹാവൽസ് ട്രിപ്പായതിനു ശേഷം രണ്ടാമത് സ്നൈഡറാണ് ട്രിപ്പായത്. 34 സെക്കൻഡ് സമയം എടുത്തപ്പോൾ സ്നൈഡർ ട്രിപ്പായി. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ആ സ്നൈഡർ ഇതിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് പിന്നീട് ബാക്കിയുള്ള MCB എല്ലാം വെച്ച് ഓവർലോഡ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം 11.5 ആംപിയർ തന്നെ കടത്തി വിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ട്രിപ്പായിരിക്കുന്നത് ലെഗ്രാൻഡ് ആണ്. 36 സെക്കൻഡ് ട്രിപ്പിംഗ് ടൈമാണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ ട്രിപ്പിംഗ് ടൈം 100% ആക്യുറേറ്റ് അല്ല ഞാൻ എടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ടൈമർ ഓൺ ചെയ്ത് അവിടെ ലാമ്പ് ലോഡിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓരോ സ്വിച്ച് ഓൺ ആക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു ടൈം ഓൺ അതിൽ വരും. നമ്മൾ ഇതൊരു ജസ്റ്റ് കമ്പാരിസൺ എന്നുള്ള ലെവലിൽ ഇതിന് കാണാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പോൾ ലെഗ്രാൻഡ് ഈ സ്നൈഡറും ഏകദേശം തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ നിലവിൽ ഇത്രയും MCBകൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതായിരിക്കണം എന്നില്ല, ജനറലി നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല റിസൾട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം ഈ ഹാവൽസിൻ്റെ ഈ MCB വെച്ചപ്പോൾ 24 സെക്കൻഡിൽ ട്രിപ്പായെങ്കിൽ രണ്ടാമത് അതേ കമ്പനി തന്നെ അതേ റേറ്റിംഗ് ഉള്ള അതേ കടയിൽ നിന്ന് വാങ്ങിയ ഹാവൽസ് തന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ ഹാവൽസ് വെച്ചിട്ടും ഇപ്പോൾ ഇത്രയും ലെഗ്രാൻഡും സ്നൈഡറും ട്രിപ്പായിട്ടും ഹാവൽസ് ട്രിപ്പായിട്ടില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന എല്ലാ MCBകളും ഷോർട്ട് സർക്യൂട്ട് വന്നെങ്കിൽ 100% ഇതെല്ലാം ട്രിപ്പ് ആയിട്ടുണ്ടാവും. ഈ ഓവർലോഡ് കപ്പാസിറ്റീൻ്റെ ബേസിലാണ് നമ്മൾ ഇതെല്ലാം ഇപ്പോൾ കമ്പയർ ചെയ്ത് പറയുന്നത്. ലെഗ്രാൻഡ് ഈ സർക്യൂട്ടിൽ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ ആരായിരിക്കും ഇനി ട്രിപ്പാകാൻ പോകുന്നതെന്ന് കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ഏത് MCB ആണ് ഇനി ട്രിപ്പിംഗ് ടൈം കുറഞ്ഞു നിൽക്കുന്ന MCB നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലെഗ്രാൻഡ് കമ്പനി നമ്മൾ മാറ്റി ബാക്കി ഹാവൽസ്, വീഗാർഡ്, ഓറിയന്റൽ, HPL എന്നീ കമ്പനികൾ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ലോഡ് ഓൺ ചെയ്യുന്നു. ഏകദേശം 11.8 ആംപിയർ കറണ്ടാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 11 ആംപിയർ 11.9 11.5 ആ റേഞ്ചിൽ കറണ്ടാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എത്ര നേരം കൊണ്ട് ട്രിപ്പ് ആവും നമുക്ക് നോക്കാം. നേരത്തെ 25 സെക്കൻഡിൽ ഹാവൽസ് ട്രിപ്പായി, 34 സെക്കൻഡിൽ സ്നൈഡർ, 36 സെക്കൻഡിൽ ലെഗ്രാൻഡ് എന്നീ ഓർഡറിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 46 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഒന്നും ട്രിപ്പായിട്ടില്ല. ട്രിപ്പിംഗ് ടൈം വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇത്രയും 4 വളരെ കൂടുതൽ ട്രിപ്പായിരിക്കുകയാണ്. ഏതാണ് ട്രിപ്പായത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.
ഹാവൽസ് ആണ് ഇത്തവണ ട്രിപ്പായിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റും 9 സെക്കൻഡും ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ നിലവിൽ ഹാവൽസ് ട്രിപ്പായിരിക്കുന്നത്. നമുക്ക് ആ ഹാവൽസിനെയും കൂടെ നമുക്ക് അഴിച്ച് മാറ്റി അപ്പുറത്തേക്ക് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള 3 കമ്പനികൾ ആദ്യം ആരായിരിക്കും ട്രിപ്പ് ആവണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ 3 കമ്പനികളെ ബാക്കിയുള്ളൂ. ഈ 3 കമ്പനികളിൽ ഏതായിരിക്കും ആദ്യം ട്രിപ്പ് ആവുമെന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടെ ഈ ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റ് പരീക്ഷണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ MCBകളും ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവുക തന്നെ ചെയ്യും. പക്ഷെ ചില MCBകൾ ഇത്തിരി പെട്ടെന്ന് ട്രിപ്പാവും. ഓവർലോഡ് ലേശം നേരത്തെ ഡിറ്റക്ട് ചെയ്യും. ഒരേ കമ്പനികളിൽ തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ട്രിപ്പ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. അത് നമ്മുടെ കമ്പനി മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുമുണ്ട്. ഇത്ര സെക്കൻഡ് മുതൽ ഇത്ര സെക്കൻഡ് സമയം വരെ ഷോർട്ട് സർക്യൂട്ട് സമയത്ത് ട്രിപ്പ് ആവുന്നുണ്ടെന്ന് കമ്പനി മാനുഫാക്ചറിംഗ് കമ്പനി പറയുന്നതുമുണ്ട് ഓരോ കമ്പനികളും. അപ്പോൾ ഈ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ MCBകളെല്ലാം പലതും പല റേറ്റിൽ കിട്ടുന്ന MCBകളാണ്. പലതിൻ്റെയും ട്രിപ്പിംഗ് ടൈമും വ്യത്യാസമുണ്ട്. ഒരു MCBനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലത്. ആ ട്രിപ്പ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏകദേശം 1 മിനിറ്റും 10 സെക്കൻഡും നേരത്തെ തൊട്ടടുത്ത് തന്നെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ അതേ തൊട്ടടുത്ത സെക്കൻഡ് തന്നെ, അതായത് V-ഗാർഡ് ഇപ്പോൾ ട്രിപ്പായ V-ഗാർഡും ഇത്തിരി മുമ്പ് ട്രിപ്പായ ഹാവൽസിൻ്റെയും ട്രിപ്പിംഗ് ടൈം ഏകദേശം അടുത്തടുത്താണ്. 1 മിനിറ്റും 9 സെക്കൻഡും ആയിരുന്നു ഹാവൽസ്. ഇത് 1 മിനിറ്റും 10 സെക്കൻഡും. അതേപോലെ തന്നെ ഇതിന് മുമ്പ് നേരത്തെ ട്രിപ്പായ ലെഗ്രാൻഡും അതിന് തൊട്ടടുത്ത് ട്രിപ്പായ സ്നൈഡറും അടുത്തടുത്താണ് ഏകദേശം അതിൻ്റെ. ഇതിനേകദേശം 34 സെക്കൻഡ് സമയമായിരുന്നു ഇതിൻ്റെ ട്രിപ്പിംഗ് ടൈം. ഇത് 36 സെക്കൻഡ്, 2 സെക്കൻഡ് വ്യത്യാസം തമ്മിൽ വരുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ 2 കൂടെ ടെസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ബാക്കി വന്ന 2 MCB കൂടെ ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. യെസ്, ഇപ്പോൾ ട്രിപ്പ് ആയിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റും 53 സെക്കൻഡും ആണ് അതിന്റെ ടൈം. 1 മിനിറ്റും 53 സെക്കൻഡും എടുത്തിട്ടാണ് ഇപ്പം നിലവിൽ ട്രിപ്പ് ആയിരിക്കുന്നത്. ഏത് കമ്പനിയാണ് ട്രിപ്പ് ആയതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇപ്പം നിലവിൽ ട്രിപ്പ് ആയിരിക്കുന്നത് ഓറിയന്റൽ ഇലക്ട്രിക്കലാണ്. ഇനി HPLും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. ഇതൊരു ഡാമേജ് ആയ പീസാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു MCB വെച്ചിട്ട് ഈ ടെസ്റ്റ് നടത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. പക്ഷെ ഇത് ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആകുന്നുണ്ടോ എന്നൊന്ന് അറിയണം. അതിനുവേണ്ടി ഇപ്പോൾ HPLന്റെ MCB മാത്രം ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം HPLാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. HPL എത്ര നേരം എടുത്തിട്ടാണ് ട്രിപ്പ് ആവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നിലവിൽ B സീരീസിലുള്ള MCBകളാണ് തമ്മിൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ B സീരീസിലുള്ള MCBന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രിപ്പിംഗ് ടൈം വളരെ കുറവാണ്. അപ്പോൾ ഇത് സാധാരണ ലൈറ്റ് ലോഡുകൾ റൂമുകളിലേക്കൊക്കെയുള്ള വയറിങ്ങിനാണ് ഈ MCB ഉപയോഗിക്കേണ്ടത്. പിന്നെ C സീരീസിലുള്ള MCBകളുണ്ട്. അതാണ് കൂടുതൽ നമ്മൾ മോട്ടറിനൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇത് പെട്ടെന്ന് ട്രിപ്പ് ആവുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ട്രിപ്പ് ആവുന്നതുകൊണ്ടാണ് നമ്മളിത് റൂമുകളിലേക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബൾബിൽ ഒരു 6 ആമ്പിയർ ലോഡ് ഓണാക്കി വെച്ചിട്ട് പെട്ടെന്ന് 6 ആമ്പിയർ ലോഡ് ഒറ്റയടിക്ക് ഓണാക്കുവാണെങ്കിൽ ഈ B സീരീസിലുള്ള MCB ആണെങ്കിൽ അത് ഓഫായി പോകും. മോട്ടറിന്റെ കേസിൽ അങ്ങനെ വരാൻ പാടില്ലല്ലോ. മോട്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സമയത്ത് സ്റ്റാർട്ടിംഗ് കറണ്ട് സാധാരണ റണ്ണിങ് കറണ്ടിനെ അപേക്ഷിച്ച് 2-3 ഇരട്ടി കൂടുതൽ എടുക്കുന്ന ഒരു ഉപകരണമാണല്ലോ മോട്ടർ. അപ്പോൾ മോട്ടറിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ B സീരീസിലുള്ള MCBs മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. C സീരീസിലുള്ള MCB ആണ് മോട്ടറിനും AC-ക്കൊക്കെ അഭികാമ്യം. AC-ന്റെ കംപ്രസർ ഓപ്പറേഷനൊക്കെ അതിനൊക്കെ സ്മൂത്തായിട്ട് നടക്കാൻ ഏറ്റവും നല്ലത് C സീരീസിലുള്ള MCBs യൂസ് ചെയ്യലാണ്. ഇതേ സമയം 1:41 1:52 ആയിരുന്നു നേരത്തെ ഓറിയന്റൽ ഇലക്ട്രിക്കൽ ട്രിപ്പായ ടൈം. 12.2 കയറ്റിയിട്ടുണ്ട്. 12.2 അതായത് 3.33 സെക്കൻഡ് ടൈം ആയപ്പോഴാണ് ഇപ്പൊ നിലവിൽ ഈ HPL എന്ന് പറഞ്ഞ കമ്പനി ട്രിപ്പ് ആയിരിക്കുന്നത്. 3 മിനിറ്റും 30 സംതിങ്, അതായത് 3:40 ടെസ്റ്റ് റിസൾട്ട് നമ്മൾ പറയാണ്. അതായത് ഹാവൽസിന്റെ ഈ MCB ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടി 24 സെക്കൻഡ് കൊണ്ട് ഈ MCB ഓവർലോഡ് ഡിറ്റക്ട് ചെയ്ത് ട്രിപ്പ് ആയിരിക്കുകയാണ്. സ്നൈഡറിന്റെ ഈ കമ്പനി 34 സെക്കൻഡ് സമയം എടുത്തിട്ട് ഏകദേശമാണ്, ഞാൻ കൃത്യം ടൈമർ നോക്കിയിട്ടില്ല, ഏകദേശ സമയമാണ് ഈ പറയുന്നത്. 34 സെക്കൻഡ് സമയം എടുത്തിട്ട് ഈ സ്നൈഡർ ട്രിപ്പ് ആയിരിക്കുന്നു. 36 സെക്കൻഡ് സമയം കൊണ്ടാണ് ലെഗ്രാൻഡ് ട്രിപ്പ് ആയിരിക്കുന്നത്. ഹാവൽസിന്റെ ഇതേ കമ്പനി തന്നെ, ഹാവൽസിന് തന്നെ B6ഉം ഇതും B6 രണ്ടും ഒരേ സാധനം തന്നെ. അപ്പോൾ ഇത് ട്രിപ്പ് ആയിരിക്കുന്നത് 1 മിനിറ്റും 9 സെക്കൻഡ് കൊണ്ടാണ്. V-ഗാർഡിന് തന്നെ B സീരീസിലുള്ള ഈ MCB ട്രിപ്പ് ആയിരിക്കുന്നത് 1 മിനിറ്റും 10 സെക്കൻഡും കൊണ്ട്. അതായത് ഇത് തമ്മിൽ വളരെ കുറഞ്ഞ ഡിഫറൻസേ ഉള്ളൂ V-ഗാർഡ് തമ്മിൽ. പിന്നെ ഓറിയന്റൽ ഇലക്ട്രിക്കലിന്റെ കമ്പനി ട്രിപ്പ് ആയിരിക്കുന്നത് 1 മിനിറ്റും 53 സെക്കൻഡും.
പിന്നെ HPL ഈ കമ്പനി ട്രിപ്പ് ആയിരിക്കുന്നത് ഏകദേശം 3 മിനിറ്റും 30 സംതിങ് സെക്കൻഡ്സും എടുത്തിട്ടാണ് HPL ട്രിപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ബി സീരീസിലുള്ള ഈ MCBകളുടെ കമ്പാരിസൺ ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ ബി സീരീസിലുള്ള ഈ MCBയുടെ കമ്പാരിസൺ ആണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത വീഡിയോ, ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ സി സീരീസിലുള്ള MCBന്റെ ഈ ലെവൽ കമ്പാരിസൺ ആണ് വരിക. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഒരേ കമ്പനികൾ തന്നെ, ഇപ്പൊ സ്നൈഡറിന്റെ തന്നെ ബി സീരീസിലുള്ള ഒരു MCBയും സ്നൈഡറിന്റെ തന്നെ സി സീരീസിലുള്ള ഒരു MCBയും കൂടെ വെച്ചിട്ട് ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ലോഡുകളിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് ഇത് രണ്ടിന്റെയും വ്യത്യാസം എന്ന് നോക്കുന്ന ഒരു വീഡിയോ കൂടെ ഇനി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.